ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ മാവേലിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മാവേലി ഒരു തല്ലി പിടിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് മാവേലി തല്ലി പിടിക്കുന്നില്ല, മാവേലി കയറി ചൊറഞ്ഞപ്പോൾ ഒരാൾ കയറി മാന്തിയതാണ് സംഭവം. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരാൾ കമന്റ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിനക്ക് മാവേലിയുടെ തല്ലിനെ പറ്റിയിട്ടല്ലേ പറയാൻ പറ്റൂ, നീ എന്തുകൊണ്ട് പള്ളിയിൽ നടന്ന തല്ലിനെ പറ്റി പറയാത്തത്? ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു ചോദ്യം എന്നോട് ചോദിച്ചെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പള്ളിയുടെ തല്ലിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്നത് മാത്രമല്ല, അത് ഈ കമന്റ് ഇട്ട ആൾക്കുള്ള മറുപടിയും കൂടിയാണ്. ഓക്കെ, ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, നമസ്കരിക്കുന്ന ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഈ സംഘർഷം നടക്കുന്നത്. ആ സംഘർഷം നടക്കുന്ന സ്ഥലത്താണ് എന്താക്കുന്നത്, ഈ പോലീസ് ബൂട്ടിട്ട കാലം കൊണ്ട് വന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് ലാത്തി ചാർജ് നടത്തുന്നത്, അതായത് ആൾക്കാരെ ഒഴിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബൂട്ടിട്ട കാലം കൊണ്ട് കയറിയിട്ട് ലാത്തി ചാർജ് നടത്തിയതിനെ പറ്റിയിട്ടാണ് നമ്മുടെ കൗമിലുള്ള ആൾക്കാർ എന്താക്കുന്നത്, പരാമർശിക്കുന്നത്. ഓക്കെ, പക്ഷേ അത് എന്തുകൊണ്ടാണ് ബൂട്ടിട്ട കാലം കൊണ്ട് കയറേണ്ട അവസ്ഥ വന്നത്? അതൊരു നിസ്കരിക്കുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു അടിപിടിയോ വഴക്കോ ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് ഏത് പള്ളിയിലും ഓഫീസുകളുണ്ട്, മദ്രസകളുണ്ട്, അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ ചർച്ച മദ്രസയിൽ വെച്ചുകൂടാ? എന്തുകൊണ്ട് പള്ളിയുടെ ഓഫീസ്, കമ്മിറ്റി ഓഫീസിനുള്ളിൽ വെച്ചുകൂടാ? ഇത് വെക്കാതെ ഈ പള്ളിക്കുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ പള്ളിക്കുള്ളിൽ ബൂട്ടിട്ട കാലം കൊണ്ട് കയറാതെ വേറെ വഴിയില്ല. പിന്നെ കേരള പോലീസാണ് ആൾക്കാർ, അവർക്ക് പള്ളിയെന്നോ ചർച്ചെന്നോ അല്ല അമ്പലമെന്നൊന്നും ഇല്ല. സംഘർഷം ഉണ്ടെങ്കിൽ അത് സോൾവ് ആക്കാൻ വേണ്ടിക്ക് ബൂട്ട് അയക്കണോ ഇതാക്കണമെന്നൊന്നും അവർ ചിന്തിക്കൂല, അവർ കയറങ്ങും മെയ്യും. അതങ്ങനെയാണ്. അപ്പൊ അതിന് കാരണക്കാരാരാണ്? നമ്മളെ കൗമിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട അവസ്ഥയായി. തെറ്റ് എവിടെ കണ്ടുകഴിഞ്ഞാലും നമ്മൾ തെറ്റായിട്ട് തന്നെ നമ്മൾ പറയണം. അത് നമ്മളെ കൗമിൽപ്പെട്ട മതത്തിലായാലും ഇനല്ലെങ്കിൽ പുറത്തുള്ള ഏത് കേസായാലും തെറ്റായിട്ട് തന്നെ അത് പറയാൻ പറ്റണം. അപ്പൊ ഈ ഒരു റിവ്യൂ ആ കമന്റ് പറഞ്ഞ ആൾക്കും കൂടിയിട്ടാണ് ഉള്ളത്. ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ചോദ്യം ചോദിച്ചത്. അതേ മുസ്ലിം നാമധാരിയായ ഞാൻ തന്നെയാണ് ഈ മറുപടിയും നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്.